ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ. ചാടി എഴുന്നേറ്റ് ഹല്ലേലൂയ. പാട്ട് പാടാം. റെഡിയാണോ? ഉറക്കം വന്നോ? ഇല്ല. Hallelujah.
Praise the Lord. Hallelujah. 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 ശാന്തമായിട്ടിരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. അതിന് പ്രകാരമാണ് പറയുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഈശോയുടെ വചനം കേൾക്കാനായിട്ട് നമ്മൾ വിളിച്ചുകൂട്ടിയിട്ടുണ്ടെങ്കിൽ ദൈവമാണ് നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ശരിയാണോ? ആണോ? അങ്ങനെയാണ് ഒരു 3-4 പേരോട് പറഞ്ഞത്, ദൈവമാണ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പുറത്ത് പോകുന്ന ക്ഷീണം കൊടുത്തുള്ള അവസ്ഥയായിരിക്കും. ദൈവമാണ് ഈ വചനം കേൾക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ വചനത്തിലൂടെയാണ് കയറി പോകുന്നത്. പ്രധാനമായിട്ടും പറഞ്ഞു വരുന്നത്, ദൈവമാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് കർത്താവ് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വിലയുള്ളത് എന്താ? ഏറ്റവും വിലയുള്ള വസ്തു എന്താ? ഏറ്റവും വിലയുള്ളത് എന്താ ശരീരത്തിന്? എന്തോ? കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഗ്രൂപ്പിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു കിഡ്നിയാന്ന് പറഞ്ഞു. പിന്നെ വേറൊരാൾ പറഞ്ഞു കണ്ണാന്ന് പറഞ്ഞു. പക്ഷെ ഏറ്റവും വിലയുള്ള വസ്തു, ഏറ്റവും എത്ര വില കൊടുത്താലും തീരാത്ത വസ്തു മനുഷ്യന്റെ ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ഒക്ടോബർ മാസത്തില് നൈജീരിയൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു റിട്രീറ്റ് എടുത്തപ്പോഴത്തേക്കും അവരോട് പറഞ്ഞു, അവർക്ക് ഒരു പ്രത്യേക സാഹചര്യത്തോട് പറയേണ്ടി വന്നു, നമുക്ക് ഇംഗ്ലണ്ടിൽ ജീവിക്കുന്ന ഒരു വസ്ത്രം വേണം, നമുക്ക് തണുപ്പ് കാലത്തൊരു വസ്ത്രം വേണം, ചൂടുകാലത്തൊരു വസ്ത്രം വേണം, സ്പേസിലേക്ക് പോകുന്ന ഒരു വസ്ത്രം വേണം, സ്വിമ്മിങ്ങിന് പോകുന്ന ഒരു വസ്ത്രം വേണം. ഇല്ലേ? ഉണ്ടോ? ഏതാണ്ട് ഇതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ജീവിക്കാൻ ഒരു തൊഴിയുടെ കളർ വേണം, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ജീവിക്കാൻ ഒരു പ്രത്യേക ശരീരഘടന വേണം, ചൈനയിൽ ജീവിക്കാൻ ഒരു പ്രത്യേക ശരീരഘടന വേണം, ഇന്ത്യയിൽ ജീവിക്കാൻ ഒരു പ്രത്യേക ശരീരഘടന വേണം. ഇങ്ങനെ ഓരോ രാജ്യത്തിനും പ്രത്യേക പ്രത്യേക വസ്ത്രങ്ങളുണ്ട്. പക്ഷേ ഇതിനകത്തിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ വീക്ഷിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്റെ പ്യൂരിറ്റിയിൽ അതുപോലെ സ്വീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അപ്പൊ അതുകൊണ്ട് ദൈവമായ കർത്താവിന്റെ വചനം ഊർജ്ജസ്വലവും സജീവവും എല്ലാ സന്ധിബന്ധങ്ങളെയും തുളച്ചു കയറി, നമ്മുടെ വിചാരങ്ങളെയും വികാരങ്ങളെയും തുളച്ചു കയറി ആത്മാവിലേക്ക് അത് ചേഞ്ച് ആയിട്ട് വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ വചനത്തിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് അടുത്ത വചനം ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. നിങ്ങൾ എവിടെ നിന്ന് ഫലം പുറപ്പെടുവിക്കുന്നു പറഞ്ഞിരുന്നത്? നിങ്ങൾ പോയി നിങ്ങൾ ലോകത്തിന്റെ അതിർത്തികൾ വരെ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഇന്നത്തെ സുവിശേഷ വായനയിൽ നമ്മൾ കേട്ടു 72 പേരെ അയക്കുന്നതിനെ കുറിച്ച്. വായിച്ചായിരുന്നോ? വായിച്ചായിരുന്നു. അപ്പൊ നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വത്തിക്കാൻ കൗൺസിൽ പറയുന്നത് ഓരോ ക്രിസ്ത്യാനിയും സുവിശേഷം പ്രസംഗിക്കുന്നതിനുള്ള അവസരങ്ങൾ തേടുന്നു, അവസരങ്ങൾ നോക്കുന്നു എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്ത്യാനി ആയിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവവചനം പ്രസംഗിക്കുന്നതിനുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നതിനുള്ള ബാധ്യതയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അപ്പൊ ഓരോ വ്യക്തിയും ആയിരിക്കുന്ന സ്ഥലത്ത് പോയി വചനം പ്രഘോഷിക്കുന്നതിനുള്ള അവസരങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. ഇതിന് 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരിക്കലും ചില സമയത്ത് ചില നഴ്സിംഗ് പ്രൊഫഷനിലുള്ളവർ ഷെയർ ചെയ്യാനുള്ള ഒരു മേഖലയുണ്ട്. ഈ പലപ്പോഴും അവർ പറയാറുള്ള ഒരു കാര്യമാണ്, ഒന്നുകിൽ ഒരു മനുഷ്യൻ ജനിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കർത്താവിന്റെ സ്ഥലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ കയ്യിലാണ് കിട്ടുന്നതെന്ന് അവർ പറയാറുണ്ട്. ശരിയാണോ? ശരിയാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സമയത്ത്
വചനം കൊണ്ട് വിശദീകരിക്കുന്നതിനുള്ള ഒരു അവസാന വാക്കായിട്ട് ചില സമയത്ത് ചിലരുടെ കിട്ടാറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അപ്പോൾ ഈ സമയത്ത് കൊടുക്കുന്ന ഓരോ വചനവും ഓരോ വാക്കും ആ വ്യക്തിയുടെ വിശുദ്ധീകരണം സാധിച്ച് സ്വർഗത്തിലേക്ക് കയറുന്നതിന് ഒരുപക്ഷെ